Hello my dear students, welcome to the open course e-commerce. നമ്മൾ ഇന്ന് ആദ്യത്തെ സെഷനാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ യൂണിറ്റ് 1 ഇൻട്രഡക്ഷൻ ടു ഇ-കോമേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇ-കോമേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതൊരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണെന്ന് നമുക്കറിയാം. നമ്മളുടെ കോമേഴ്സിനെയും കമ്പ്യൂട്ടറെയും തമ്മിൽ റിലേറ്റ് ചെയ്യിക്കുന്ന ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. നമുക്ക് ഇതിനു മുമ്പ് അറിയാവുന്ന ഒരു കാര്യമാണ് കോമേഴ്സ് അല്ലേ. എന്താണ് കോമേഴ്സ്? വാണിജ്യം, എക്സ്ചേഞ്ച് or transformation of buying and selling of commodities. അതായത് നമ്മളുടെ ഗുഡ്സ്, കമ്മോഡിറ്റീസ്, എൻറ്റിറ്റീസ് എന്ന് പറയും മൊത്തത്തിൽ അതിനെ, സർവീസസ് അല്ലേ, നമ്മൾ ഉപയോഗമായിട്ടുള്ള നമ്മളുടെ വസ്തുക്കൾ, നിത്യോപയോഗ സാധനങ്ങൾ, അതുപോലെ ഉപയോഗമായിട്ടുള്ള വസ്തുക്കൾ, പിന്നെ അതുപോലെ നമ്മളുടെ സർവീസുകൾ, ഇതൊക്കെയാണ് നമുക്ക് ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസ് ഇത് വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ജനറലി പറയാം എൻറ്റിറ്റീസ്. അപ്പോൾ എൻറ്റിറ്റീസിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുന്ന ഒരു എക്സ്ചേഞ്ച്, അതാണ് കൊമേഴ്സ്. അത് ലാർജ് സ്കെയിലിൽ അതിൽ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളത് ചെയ്യുന്നതെന്ന് പറയണു. അതാണ് കൊമേഴ്സ്. അപ്പോൾ ആ കൊമേഴ്സ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നു. അതാണ് ഇ കൊമേഴ്സ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൂയിങ് ബിസിനസ് ഓൺലൈൻ. അപ്പോൾ ഇ കോമേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഓൺലൈൻ. ഓക്കെ, സോ നമ്മൾ ഈ ഇ കോമേഴ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുകയാണ്. അതിന് വേണ്ടി നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യുകയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിൽ കമ്പ്യൂട്ടർ ടെക്നോളജി ഉണ്ട്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനും ഉണ്ട് അല്ലേ. കാരണം ഈ പറയുന്ന നമ്മൾ ബിസിനസ് ഓൺലൈൻ ചെയ്യുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ ആവശ്യമുണ്ട്. അതുമാത്രമല്ല നമുക്കതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ ഒരു കോമേഴ്സ്, ഒരു ബിസിനസ് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കമ്പ്യൂട്ടർ ടെക്നോളജിയും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഇ കോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ബൈയിങ് ആൻഡ് സെല്ലിങ്, അത് നമ്മളുടെ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും നമ്മൾ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഡിജിറ്റൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ടെക്നോളജി. ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ നമ്മൾ ഈ ഓൺലൈൻ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഡിജിറ്റൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ടെക്നോളജി. അപ്പം ആ ടെക്നോളജിയും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെബിൽ ഈ പറയുന്ന ഓൺലൈൻ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്. നേരത്തെ ഇ കോമേഴ്സ് ഡെവലപ്പ് ആവുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ ഉണ്ടായിരുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച്, EDI എന്ന് പറയും. ഇതാണ് നമ്മളുടെ ഇ കോമേഴ്സിൻ്റെ ഏർലിയർ ഫോം. നമ്മളുടെ മുമ്പ് ഇ കോമേഴ്സിന് മുമ്പ് ഉണ്ടായിരുന്നൊരു ഫോം EDI എന്ന് പറഞ്ഞൊരു ഫോമായിരുന്നു. അതാണ് പിന്നീട് ഇ കോമേഴ്സായിട്ട് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ അന്ന് EDI ഉണ്ടായപ്പോൾ അതത്രയും നമ്മളുടെ ഇപ്പോഴത്തെ ഇ കോമേഴ്സ് പോലെ അത്ര ഫെമിലിയർ ആയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് വളരെ ഹൈ ആയിരുന്നു. അതുപോലെ ഒരുപാട് പ്രൊപ്പറേറ്ററി സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഇ കോമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നത് പോലെ അത്രയും സ്പ്രെഡിങ് നമ്മുടെ EDIക്ക് ഉണ്ടായില്ല. അത് അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമായിരുന്നു. പിന്നീട് അത് ഇ കോമേഴ്സ് ആയിട്ട് മാറിയപ്പോഴാണ് ഫെമിലിയറായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ബൂമിംഗ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ EDIയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഇ കോമേഴ്സ് ശരിക്കും നമ്മുടെ ബിസിനസ് സിനാരിയോയിൽ എൻറ്റയർലി വളരെ വലുതായിട്ടുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത്. ആ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള കാരണം നമ്മളുടെ ഇൻ്റർനെറ്റിൻ്റെ ഇന്നോവേഷൻ തന്നെയാണ്. ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് നമ്മുടെ വേൾഡിൽ വളരെ ഫാസ്റ്റായിട്ട് ഇൻ്റർനെറ്റ് ഇ കോമേഴ്സ് സ്പ്രെഡ് ചെയ്യാനായിട്ടും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളുടെ ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ പവർ എന്ന് പറയുന്നത് നമുക്ക് ഗ്ലോബൽ ആക്സസ് ഉണ്ടാക്കി തന്നത് ഈ ഒരു ഇൻ്റർനെറ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഫലമായിട്ട് നമ്മളുടെ വേൾഡ് വൈഡ് വെബ് WWW അത് നമ്മുടെ 1994 ഫോം ചെയ്തത്. അതും നമുക്ക് ഇ കോമേഴ്സിന് വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഉണ്ടാക്കിയത്. ഈ ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക്, നമ്മുടെ വേൾഡ് വൈഡ് വെബിലൂടെ ഉണ്ടായിട്ടുള്ള ഗ്ലോബൽ നെറ്റ്വർക്ക് നമ്മളുടെ ഗ്ലോബൽ റിലേഷൻസിനെ വളരെ ഈസി ആയിട്ട് ആക്കുകയാണ് ഉണ്ടായത്. മറ്റുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള കമ്പനീസ് തമ്മിൽ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാനായിട്ട് അത് സഹായിച്ചു. സോ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ഒരു പ്രഡിക്ഷൻ വന്നിരിക്കുന്നത് നമ്മളുടെ ഇനിയുള്ള നിയർ ഫ്യൂച്ചറിൽ ഈ ഒരു ഡിജിറ്റൽ എക്കണോമി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ട്രഡീഷണൽ എക്കണോമീനെ വളരെയധികം ട്രഡീഷണൽ എക്കണോമിയിൽ മാറ്റം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അത് പ്രത്യേകിച്ചും എല്ലാ ഡെവലപ്പ് കൺട്രീസിലും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് നമുക്ക് ഇ കോമേഴ്സിൽ കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു ഇ കോമേഴ്സിൽ നമ്മൾ ടെക്നോളജീസ് ഒരുപാട് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടെക്നോളജീസിലൂടെ നമുക്ക് ഒരുപാട് ബിസിനസ് സ്ട്രാറ്റജീസ്, അതായത് പല രീതിയിലുള്ള ലോങ് ടേം പ്ലാനിങ്സ് ഒക്കെ നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ആക്സസ് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇൻഫർമേഷൻ ആക്സസ്സും അതിൻ്റെ എക്സ്ചേഞ്ചും അത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലായാലും പുറത്തായാലും നമുക്ക് സാധ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇ കോമേഴ്സിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപാട് ടെക്നോളജി പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ആ ഇൻഫർമേഷൻസൊക്കെ നമുക്ക് പല ഡിഫറെൻറ്റ് ലോങ് ടേം പ്ലാൻസിലൂടെ എക്സ്ചേഞ്ച് ചെയ്യാനും അത് ആക്സസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. അത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ നമുക്ക് സാധ്യമാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഇ കോമേഴ്സിൽ ഈ പറയുന്ന ബയേഴ്സ് സെല്ലേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും നമുക്ക് സാധ്യമാവുന്നുണ്ട്. കാരണം ഈ പറയുന്ന കസ്റ്റമേഴ്സിനെ റെസ്പോണ്ട് ചെയ്യാനും അതുപോലെ നമ്മളുടെ മാർക്കറ്റിനെ ഗ്ലോബൽ സ്കെയിലിൽ ഓപ്പൺ ചെയ്യാനും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നേരിട്ട് മാർക്കറ്ററിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇ കോമേഴ്സ് ഹെൽപ്പ് ആവുന്നുണ്ട്. അത്രയൊന്നും നമുക്ക് ട്രഡീഷണൽ കോമേഴ്സിൽ അത്രയും പറ്റാറില്ല. അതുപോലെ ക്വിക്ക് റെസ്പോൺസ് നമുക്ക് സാധ്യമാണ് ഇ കോമേഴ്സിൽ. അത് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. സോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇ കോമേഴ്സിൽ നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഓട്ടോമേറ്റഡ് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ നടത്തുന്നുണ്ട്. അത് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും അതുപോലെ നമുക്ക് സപ്ലയേഴ്സിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അങ്ങനെ ആ ഒരു ബിസിനസ്സിന് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഒരു ഓട്ടോമേറ്റഡ് എക്സ്ചേഞ്ചിലൂടെ നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോഴത്തെ ഇ കോമേഴ്സിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ഇ കോമേഴ്സിൻ്റെയും ട്രഡീഷണൽ കോമേഴ്സിൻ്റെയും ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ കോമേഴ്സ് നമ്മൾ സാധാരണ രീതിയിൽ നടത്തുന്ന വാണിജ്യം അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇ കോമേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ട്രഡീഷണൽ കോമേഴ്സ് നമ്മൾ ഒരുപാട് ബിസിനസ് ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട് അല്ലേ. ബിസിനസ് ആക്ടിവിറ്റി, ഇൻഡസ്ട്രി റിലേഷൻ, ട്രേഡ്, എന്താണ് ഇത് വ്യത്യാസം? ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എന്താണ് ശരിക്കും ഈ പറയുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് ബിസിനസ്സിൽ. ഇൻഡസ്ട്രിയിലാകുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രേഡിങ്ങിലാണെങ്കിൽ നമ്മൾ കൊടുക്കൽ വാങ്ങൽ, ഇപ്പോൾ ഈ പറയുന്ന ഹോൾസെയിലർ റീറ്റെയിലറിന് കൊടുക്കുന്ന ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രഡീഷണൽ കോമേഴ്സിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇ കോമേഴ്സിലും ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഗുഡ്സ്, സർവീസസ്, ഇൻഫർമേഷൻസ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതേ സെയിം എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഓർഡിനറി കോമേഴ്സിനുള്ളത് തന്നെയാണ് നമുക്ക് ഈ കോമേഴ്സിൽ വരുന്നത്. പക്ഷേ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന എന്താണ് നമ്മളുടെ ഇൻ്റർനെറ്റിൽ കൂടെയാണ്. നമ്മൾ ട്രഡീഷണൽ കോമേഴ്സിലാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഫിസിക്കൽ ആക്ട് ആയിട്ടുള്ള രീതിയിലാണ് അല്ലേ. ട്രേഡേഴ്സിനെ പോയി കാണണം, അവരായിട്ട് ഡിസ്കസ് ചെയ്യണം, ഗുഡ്സും കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണെന്ന് നോക്കണം, അത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്യുന്നു. ആ ഫിസിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഇൻ്റർനെറ്റിൽ കൂടെ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമാണ് നമ്മുടെ ഇ കോമേഴ്സ് ആൻഡ് ട്രഡീഷണൽ കോമേഴ്സിലുള്ളത്. രണ്ടിലുള്ള ബേസിക് ആക്ടിവിറ്റീസ് എല്ലാം സെയിം ആണ് അല്ലേ. അപ്പം ട്രഡീഷണൽ കോമേഴ്സിലുള്ള പോലെ തന്നെ നമ്മൾ അതിൽ ബിസിനസ് ആക്ടിവിറ്റി, അതായത് നമുക്ക് പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ, ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, ട്രേഡിങ് എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇവിടെ ഈ കോമേഴ്സിൽ ചെയ്യുന്നുണ്ട്. പ്രൊവൈഡഡ് ഇത് നമ്മൾ ചെയ്യുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ഇടപെടേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഇവിടെ കുറയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഇ കോമേഴ്സിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് എന്താവുന്നുണ്ട്, കുറേ കൂടി സ്പീഡപ്പ് ആവുകയാണ്, കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാവുന്നതുകൊണ്ട്. ഓക്കെ, സോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ ഇൻ്റർനെറ്റിൽ കൂടെ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഫാസ്റ്റായിട്ടാണ്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ ഇ കോമേഴ്സിന് വലിയൊരു സക്സസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇ കോമേഴ്സിൽ നമ്മൾ സ്ട്രാറ്റജീസ്
ഇതുപോലെ ഇതിനു വേണ്ടി ഫോം ചെയ്ത് അതിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് റിഡക്ഷൻ എന്നാൽ റവന്യൂ മാക്സിമൈസേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫണ്ടമെൻ്റൽസ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ ബിസിനസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോസ്റ്റ് റിഡക്ഷൻ ഇവിടെ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള കോമേഴ്സിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് വരുന്ന റീറ്റെയിൽ ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അതെല്ലാം നമുക്കിവിടെ കുറയ്ക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ ഈ പറയുന്ന റീറ്റെയിലേഴ്സ് ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്താനുള്ള സംവിധാനങ്ങളുള്ളതുകൊണ്ട്. ഓക്കെ, സോ അതാണ് നമുക്ക് ഒരു ഡിഫറൻസ് പിന്നെ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇ കോമേഴ്സും ട്രഡീഷണൽ കോമേഴ്സിലുള്ള ഡിഫറൻസസ്, ഇതെപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, 4 മാർക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് നന്നായി മനസ്സിലാക്കി വയ്ക്കാം. നമുക്ക് ഇ കോമേഴ്സ്, ട്രഡീഷണൽ കോമേഴ്സ്, അതിൽ ഉണ്ടാവുന്ന എറേഴ്സിൻ്റെ ബേസിൽ എങ്ങനെയാണ് ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇ കോമേഴ്സിൽ ഒരു ഡേറ്റ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് മൾട്ടി പോയിൻറ്റ്സിൽ നമുക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരൊറ്റ ഡേറ്റ തന്നെ എല്ലായിടത്തും റിപ്പീറ്റഡ് ആയിട്ട് അത് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം അധികം ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് വരുന്നില്ല. ഡേറ്റ കറക്റ്റായിട്ട് കമ്പ്യൂട്ടറിൽ ഡയറക്റ്റ്ലി മൂവ് ചെയ്ത് അത് എവിടേക്ക് ആവശ്യമുണ്ടോ അവിടേക്കൊക്കെ അത് എത്തിക്കോളും. പക്ഷേ ട്രഡീഷണൽ കോമേഴ്സിൽ അങ്ങനെയല്ല. ബയേഴ്സ് സെല്ലേഴ്സ് ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓരോ സ്ഥലത്തും എത്തി അവരത് റീ എൻട്രി ചെയ്ത് സെയിം ഇൻഫർമേഷൻ എന്ത് ചെയ്യണം, അങ്ങനെ ഓരോ ഇതിലും പാസ് ചെയ്ത് പോകണം. അപ്പോൾ ഇങ്ങനെ റീ എൻട്രി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ആദ്യത്തെ ഡിഫറൻസ്. രണ്ടാമത് റിഡക്ഷൻ ഇൻ കോസ്റ്റ്. ഇപ്പോൾ നമ്മളുടെ ഇനീഷ്യലായിട്ട് നമ്മളുടെ ഇ കോമേഴ്സിൻ്റെ കോസ്റ്റ് കൂടുതലാണെങ്കിലും നമുക്ക് പേപ്പർ പ്രോസസ്സിംഗ് ഒക്കെ വളരെ കുറവാണ്. ലോങ് പീരീഡിൽ നമുക്കത് വളരെ ഇഫക്റ്റീവാണ്. കോസ്റ്റ് ആ രീതിയിൽ ലോങ് പീരീഡിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതേസമയം ട്രഡീഷണൽ സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ ഉണ്ട് പക്ഷേ ടൈം കൺസപ്ഷൻ ഭയങ്കര കൂടുതലാണ്. കാരണം റിപ്പീറ്റേഷൻ ഓഫ് വർക്ക് ഇവിടെ കുറേ ഇത് പല ലെവൽസിലും വരുന്നതുകൊണ്ട് ഒരുപാട് വേസ്റ്റേജും വരുന്നുണ്ട്. ഒരുപാട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ടൈം കൺസപ്ഷൻ കൂടാണ് ചെയ്യുന്നത്. അപ്പം വേസ്റ്റേജ് വരുന്നതുകൊണ്ട് കോസ്റ്റും കൂടുന്നുണ്ട്. പിന്നെ റെഡ്യൂസ് പേപ്പർ വർക്ക്. ഇപ്പോൾ ഇ കോമേഴ്സിൽ നമുക്ക് പേപ്പർലെസ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. ഇൻഫർമേഷൻസ് നമുക്ക് ഇൻ്റർനെറ്റിൽ കൂടെ ഷെയർ ചെയ്ത് അത് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. പക്ഷേ ട്രഡീഷണൽ സിസ്റ്റത്തിൽ അങ്ങനെയില്ല. നമുക്ക് എല്ലാ എൻട്രീസിനും ഡോക്യുമെൻറ്റഡ് ആക്കണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരുപാട് പേപ്പർ വർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ റെഡ്യൂസിങ് പ്രോസസ്സിങ് സൈക്കിൾ ടൈം. ഇപ്പം നമ്മളൊരു ട്രേഡിംഗ് പ്രോസസ്സ് നമ്മൾ ഇ കോമേഴ്സിലൂടെ കണ്ടക്ട് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റാണ്. കാരണം ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഓർഡർ മൂവ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ഒരു പർച്ചേസിങ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഫാസ്റ്റായിട്ടാണ് ആ ഓർഡർ പ്രോസസ് ചെയ്ത് നമുക്ക് റിപ്ലൈ വരുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഡെലിവറി വരുന്നതും വളരെ ഫാസ്റ്റായിട്ടാണ്. പക്ഷേ നമ്മൾ ട്രഡീഷണൽ കോമേഴ്സിൽ അങ്ങനെയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ റീ എൻട്രിയും കഴിഞ്ഞ് തന്നെ പ്രോസസ്സിംഗ് ഒക്കെ സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആ പ്രോസസ്സിങ് സൈക്കിൾ ടൈമിൽ ഓരോ സ്റ്റെപ്പിലും അതിൻ്റേതായിട്ടുള്ള ടൈം കൺസപ്ഷൻ ഉള്ളതുകൊണ്ട് ഡിലേ വരുന്നുണ്ടാവും. പിന്നെ റിഡക്ഷൻ ഓഫ് ലേബർ. നമുക്ക് ഈ പറയുന്ന ഇ കോമേഴ്സിൽ അധികം എംപ്ലോയീസിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ 1-2 പേരുണ്ടാവും, അയാൾ മതി. അപ്പം അതുകൊണ്ട് നമുക്ക് ലേബർ റിഡക്ഷൻ നമ്മുടെ ഇ കോമേഴ്സിൽ നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ കോമേഴ്സിൽ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് ഹ്യൂമൻ റിസോഴ്സ് പ്രത്യേകിച്ചും വേണ്ടി വരുന്നുണ്ട്. അപ്പം അത് ലാർജ് നമ്പർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അപ്പം ലേബർ നമുക്ക് ട്രഡീഷണൽ കോമേഴ്സിൽ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇ കോമേഴ്സും ട്രഡീഷണൽ കോമേഴ്സും തമ്മിലുള്ള ഡിഫറൻസസ്.